ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വെച്ചിട്ടോ. അപ്പോൾ രാവിലെ ഈ പ്രഹസനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ പാല് മേടിക്കാൻ പോകുമായിരുന്നു ഞങ്ങൾ. അതിൻ്റെ ഒരു ഇതാണ് കാണുന്നത്. ഈയിടെയായിട്ട് പരിചയപ്പെട്ട ക്യാറ്റാണ് കേട്ടോ. അതിൻ്റെ പിന്നാലെ മാറത്തില്ല. അതിങ്ങനെ പുറകോട്ട് പോകുമ്പോഴത്തേന് അവൾ അടുത്തോട്ട് വരും. പിന്നെ അതും വലിയ ഉപദ്രവകാരിയൊന്നുമല്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല. എന്നാലും നമ്മൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണമല്ലോ. അവൾക്ക് ഇതൊക്കെ കാണുമ്പോൾ കൗതുകമാണ്. അങ്ങനെ അതിൻ്റെ വഴിക്കും പോയി. പിന്നെ അതിനുശേഷം പിന്നെ പാല് മേടിച്ച് വന്നു കഴിഞ്ഞിട്ട് അനീൻ്റെ വീട്ടിലേക്കൊന്ന് റൗണ്ട് ചുറ്റി കയറി അവിടെ എല്ലാം അവനുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിയും ഒക്കെ ഒന്ന് പരിശോധിച്ചിട്ടൊക്കെ ആയിരിക്കും ഇവളുടെ പോക്ക്. ഇവളും കൂട്ടിയായിരിക്കും ഞങ്ങൾ മഞ്ഞും തണുപ്പൊന്നും ഇല്ലാത്തപ്പോൾ പോകുന്നത്. ഇപ്പോൾ ഇവൾക്കും ഒരു മോർണിംഗ് വോക്കൊക്കെ ആകുമല്ലോ, ഒന്ന് റിഫ്രഷൊക്കെ ആവാനൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞങ്ങൾ ഇവളെയും കൂട്ടി അങ്ങ് പോയിട്ട് വരുന്ന വഴിക്കായിരിക്കും ഇവിടെ ഒന്ന് കയറി ചുറ്റിക്കറങ്ങിയിട്ടൊക്കെ ഒന്ന് വീട്ടിലേക്ക് കയറി പോകുന്നത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇതാ. എൻ്റെ സ്പെഷ്യൽ ഡിഷ്, ഞാൻ ഉണ്ടാക്കിയ സ്പെഷ്യൽ ഡിഷാണ് എൻ്റെ സാമ്പാർ ഇല്ലാത്ത ഒരു ജീവിതമേ ഓർക്കാനേ വയ്യ. അത്രയ്ക്ക് ഫേവറേറ്റാണ് സാമ്പാർ എന്ന് പറയുന്നത്. അപ്പോൾ സാമ്പാറും ഇഡ്ഡലിയുമായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഓരോ കറികളും വെക്കാൻ നേരത്തുണ്ടല്ലോ എനിക്ക് ഭയങ്കര ചിന്തയാണ്. അയ്യോ ഇത് ഓക്കെ ആയാൽ പോരാ, അത്രയ്ക്ക് എല്ലാവരും പറയണം പെർഫെക്റ്റ് ആയിരുന്നോ, സൂപ്പർ ആയിരുന്നല്ലോ, അങ്ങനെ പറയുന്ന കേൾക്കാൻ നമ്മളാണേലും ആഗ്രഹിക്കുമല്ലോ. അപ്പോൾ അത് കേൾക്കാനായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചായിരിക്കും ഓരോ കറികളും വെക്കുന്നത്. ചിലത് ഫ്ലോപ്പ് ആകും, ചിലത് സൂപ്പറാന്ന് പറയും. പപ്പയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് പപ്പ കാര്യം പറയും. കൊള്ളത്തില്ലെന്ന് ഡയറക്റ്റ് പറയും. കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയും കേട്ടോ. ആളൊരു ഓപ്പൺ മൈൻഡഡ് ആയതുകൊണ്ട് അങ്ങനെ അങ്ങ് പറഞ്ഞോളൂ. അതുകൊണ്ട് ഞാൻ എന്തുണ്ടെങ്കിലും ചോദിക്കും, പപ്പ കൊള്ളാമോ? എനിക്ക് കൊള്ളാം, എങ്കിൽ കൊള്ളത്തില്ല, അങ്ങനെയായിരിക്കും പറച്ചിൽ. അപ്പോൾ സാമ്പാറൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഈ പ്രാവശ്യം എനിക്ക് മല്ലിയില കുറച്ച് കൂടുതൽ കിട്ടി കേട്ടോ. അല്ലെങ്കിൽ മല്ലിയിലയ്ക്ക് ഭയങ്കര ക്ഷാമമാണ്. ഞാൻ മല്ലിയില ഒരു 10 രൂപ 20 രൂപയ്ക്ക് മല്ലിയില മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞിക്കെട്ടായിരിക്കും എനിക്ക് കിട്ടുന്നത്. ഈ പ്രാവശ്യം മല്ലിയില ഒത്തിരി ഉള്ളതുകൊണ്ട് നല്ല മണം ഉണ്ടായിരുന്നു സാമ്പാറിന്. മല്ലിയില ഇടുമ്പോൾ പ്രത്യേക ഒരു ഫ്ലേവറാണല്ലോ. അതിനുശേഷം പിന്നെ എൻ്റെ അടുത്ത ഇതാണ് ഡ്രസ്സ് നോക്കലാണ്. നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പം ഈ ഒരുപാട് ഡ്രസ്സ് ഉള്ളവരാണെങ്കിൽ പറയും അയ്യോ ഭയങ്കര കൺഫ്യൂഷൻ എന്നാൽ എനിക്ക് കുറച്ച് ഡ്രസ്സുകളേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ചാനൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം അത്രയ്ക്കും വണ്ണം കൂടി വരികയാണ്. അപ്പോൾ ഈ വണ്ണം കൂടുന്നതുകൊണ്ടായിരിക്കും പലതരം ക്ഷീണവും ഒക്കെയാണ് എനിക്ക്. അപ്പോൾ ഞാൻ ഈ ഓരോ ഡ്രസ്സുകൾ ഇട്ട് നോക്കുകയാണ്, ഇത് ചേരുന്നുണ്ടോ അത് ചേരുന്നുണ്ടോ എന്നുള്ള കൺഫ്യൂഷനിലാണ് കേട്ടോ. അങ്ങനെ ഇട്ട് നോക്കലും ഒക്കെ ആയിരുന്നു. പിന്നെ ഡുണ്ടുവിൻ്റെ ഫസ്റ്റ് ട്രിപ്പാണിത്. അപ്പോൾ അവളെ കൂട്ടി പോകുന്നത് ഒരു എന്താ പറയുക, ഇസേനയും ഡുണ്ടുവിൻ്റെ ഒക്കെ കൂടെ പോകുമ്പോൾ ഒരു അടിപൊളി യാത്രയാണ് കേട്ടോ. അവരുടെ ഒച്ചയുമ്പോഴും ഇപ്പം 3 മാസം കഴിഞ്ഞു, എന്നാലും അവൾ കൂക്കി എന്നൊക്കെ പറഞ്ഞൊന്ന് കൂവലും പിടിക്കലും ഒക്കെ ചെറുതായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവളുടെ ഫസ്റ്റ് ട്രിപ്പാണ്. അപ്പോൾ അവരെയും ഒരുക്കി കെട്ടി. ഒരുക്കലെന്ന് പറയുന്നതുണ്ടല്ലോ, നേരത്തെയൊക്കെ കല്യാണം കഴിഞ്ഞ സമയത്തൊന്നും വലിയ പ്രശ്നമില്ലായിരുന്നു. എനിക്ക് ഒരു മണിക്കൂറൊക്കെ മതി, ധാരാളമാണ് ഒരുങ്ങാനായിട്ട്. പക്ഷേ ഇപ്പോൾ എന്ന് പറയുമ്പം ഇസേനെ ഒരുക്കാൻ തലമുടി കെട്ടണേ തന്നെ പുറകേ നടന്ന് ഓടിച്ചിട്ട് വേണം കെട്ടാൻ. പിന്നെ മേക്കപ്പ് ഇടലൊക്കെ ഇച്ചിരി ഇഷ്ടമൊക്കെയാണ് ആൾക്ക്, എന്നാലും അവിടെ ഇരുത്തി കൊടുക്കണം, എന്നാലേ ചെയ്യത്തുള്ളൂ. പൊട്ടുതൊടലും അങ്ങനെയല്ല. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തതുണ്ട്. രണ്ടും പെൺപിള്ളേരായതുകൊണ്ട് പ്രത്യേക ഒരു ഇതാണ് എനിക്ക്. നല്ലപോലെ ഒരുക്കി കെട്ടി പുറത്തോട്ട് വിടണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട് ഞാൻ എൻ്റെ മാക്സിമം എൻ്റെ കഴിവ് ഞാൻ അവരുടെ അടുത്തോട്ടാണ് ഞാൻ പുറത്തോട്ട് വിടുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ഒരുങ്ങി വരുമ്പോൾ തന്നെ ഒരു നേരം എടുക്കും. അങ്ങനെ ഒരുങ്ങി പുറത്തോട്ടൊക്കെ പോയി. ഇത് ഞങ്ങളുടെ സ്പോട്ട്. ഇത് ഞാൻ നേരത്തെ എൻ്റെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ സ്പോട്ട്. ഇത് തൂക്കുപാലം എന്ന് പറയും. നമ്മുടെ ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ തന്നെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു സീനറിയും സ്പോട്ടുമാണ്. വീഡിയോയും ഫോട്ടോയും ഒക്കെ എന്തിനാ എടുക്കണോ, ഇപ്പോൾ സേവ് ദ ഡേറ്റിനായിക്കോട്ടെ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്പോട്ടിൽ വന്നാൽ മതി. നല്ല അടിപൊളി സീനറിയാണ്, നമുക്ക് നല്ല അടിപൊളിയായിട്ട് എടുക്കാം. ഈ പാലത്തിന് എന്തോ ചെറിയ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു. എത്രത്തോളം സത്യമാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പം ഇതിൽ ഞാൻ കയറിയില്ല കേട്ടോ. ഈ പാലത്തിലോട്ട് ഞാൻ കയറിയില്ല. ഞാൻ ഇപ്പം കുഞ്ഞുള്ളതുകൊണ്ട് മാത്രമല്ല, ഞാൻ അതിന് മുന്നേ എനിക്കിങ്ങനെയുള്ള ഇതൊക്കെ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഐറ്റംസിലൊന്നും ഞാൻ കയറൂല. അപ്പം ഞാനും ഡുണ്ടുവും കൂടെ പുറത്ത് നിന്നും. ഇസേനെ കൂട്ടി പപ്പയും പോയി. അങ്ങനെ അവരെല്ലാം കൂടി പറഞ്ഞ് ഈ പാലത്തിൻ്റെ അപ്പുറത്തെ വശമാണ് ഈ കാണുന്നത് കേട്ടോ. ഞാൻ അപ്പുറത്തെ വശമൊന്നും കണ്ടിട്ടില്ല. അങ്ങോട്ടേക്ക് അവിടുന്ന് കുറച്ചുകൂടി താഴോട്ട് ആ ഒരു വഴിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ഒരു കുഞ്ഞ് അമ്പലവും
ഒരുപാട് നല്ല സീനറിയൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഞങ്ങൾ ഒരു തവണ അവിടെ പോയ സമയത്ത് വെള്ളം ഇത്രയും ഉണ്ടായിരുന്നില്ല, വെള്ളമേ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. അപ്പുറത്തെ വശത്തായിരുന്നു വെള്ളം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വണ്ടിയും കൊണ്ട് ആ വശത്തൂടി പോകാൻ പറ്റില്ല. ആ ഒരു ഓർമ്മയിലാണ് ഞാൻ ഈ പ്രാവശ്യം പോയത്. പക്ഷെ വെള്ളം നല്ല പോലെ നിറഞ്ഞ് നിൽക്കുമായിരുന്നു. നമുക്ക് അപ്പുറത്തെ കരയിലോട്ട് എത്തുക എന്ന് പറയുന്നത് അവിടെ ഒരു തോണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൂടെ വേണം നമുക്ക് പോകാനായിട്ട്. അതുകൊണ്ട് അപ്പുറത്തെ വശത്തോട്ട് പോയില്ല. ഇപ്പുറത്തെ വശം ഒരു അക്കരെ എന്ന് പറയുന്നത് ഇവിടെയാണ് ഈ വെള്ളമൊക്കെ നിറഞ്ഞ് നിൽക്കുന്നത് കേട്ടോ. അവിടെയൊക്കെ നല്ല രസമാണ് കാണാൻ. പക്ഷെ അപ്പുറത്തോട്ട് പോയില്ല. ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന ഈ ഭാഗം ഞാൻ ഇത്രയും നാൾ ഞാൻ അവിടെ വന്നിട്ട് ഈ ഒരു ഭാഗത്തോട്ട് ഞാൻ പോയില്ല കേട്ടോ. ഇപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ പോകുന്നത്. നമുക്ക് അവിടെ നിന്ന് മാറാനേ തോന്നൂല. എന്ത് ഗ്രീനറി ആയിട്ടുള്ളതാണെന്നറിയാമോ, ഭയങ്കര പച്ചപ്പ്. അവിടെ വന്ന് ഇരുന്ന് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് ആ വെള്ളത്തിൻ്റെ കാഴ്ചകളും അവിടെ എല്ലാം കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു പ്രത്യേക തരം ഫീലും കാര്യങ്ങളും ആട്ടോ. ഇസയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവളതിലൂടെ ഓടിച്ചാടിയൊക്കെ നടക്കുമായിരുന്നു. പിന്നെ ആൾക്കാരും ഈ പ്രാവശ്യം കുറവായിരുന്നു കേട്ടോ വന്നത്. എന്താണ് ടൂറിസ്റ്റുകാർ അധികം ഈ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല, കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ ഐസ്ക്രീമും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഒത്തിരി കടകളും ഒക്കെ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ തോണി. ഈ തോണി കടവിൽ നമ്മൾ ചെന്നിട്ട് ഈ തോണിയിൽ അപ്പുറത്തെ കരയിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ചാർജ് ഏതാണ്ട് ഒരു 100-150 രൂപ എങ്ങാണ്ടാണ് അവർ പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ അതിലൊന്നും കയറുന്നില്ല, പിള്ളേരും ഉണ്ട്. എനിക്ക് പേടിയാണ് അങ്ങനെ കയറാനൊക്കെ ആയിട്ട്. അതുകൊണ്ട് അവരും പോകുന്നില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ഒറ്റയ്ക്കല്ല നിൽക്കേണ്ടത്, അതുകൊണ്ട് അവരും പോയില്ലായിരുന്നു. ഇസയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഈ കുടയൊക്കെ പിടിച്ച് നിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ പെട്ടെന്ന് ഇത് പ്ലാൻ ചെയ്ത് പോയ യാത്രയൊന്നുമല്ല. പെട്ടെന്ന് അവിടെ ഇരുന്നപ്പോൾ തീരുമാനിച്ച്, മമ്മി കണ്ടിട്ടില്ല, ഈ സ്പോട്ടൊന്നും കണ്ടിട്ടില്ലായിരുന്നു. അച്ചാച്ചൻ പിന്നെയും വന്ന സമയങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം മമ്മീനെയും കൊണ്ട് പോകാലോ എന്നോർത്തായിരുന്നു ഇരുന്നത്. അന്നേരം അപ്പോൾ തലേദിവസം പോകാമല്ലോ എന്ന് വെച്ചപ്പോഴത്തേന് ഒരുങ്ങുകയൊക്കെ ചെയ്താണ്, റെഡിയായിട്ട് ഇരുന്നതാണ്. പക്ഷേ ഭയങ്കര ഇടിയും പിന്നെ കാർമേഘമൊക്കെ മൂടി ചെറിയ ചാറ്റമഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അടുത്ത ദിവസം പോകാമല്ലോ എന്ന് വെച്ചു. അപ്പോൾ അടുത്ത ദിവസം പോകാൻ നേരത്തെ അപ്പോൾ മഴയായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് അടുത്ത ദിവസം പോകാമെന്ന് വെച്ചത്. ഇറങ്ങിക്കഴിഞ്ഞപ്പോഴോ പൊരിഞ്ഞ വെയിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വെയിലാണ് കേട്ടോ. നമ്മൾ ഇതുപോലത്തെ ഒരു വെയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത്. ഭയങ്കര വെയിൽ, നമുക്ക് ഭയങ്കര വേർത്ത് കുളിച്ച് ആ ഒരു ഇതൊക്കെ ആയിരുന്നു. ഞാൻ ഫീഡിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേന് അവർ അവിടെ നിന്ന് ഇറങ്ങി വന്നു. കാരണം അതുപോലത്തെ വെയിലാണ് കേട്ടോ. നമുക്ക് പിള്ളേരെയും കൊണ്ട് അങ്ങനെ നിൽക്കുന്നത് ഭയങ്കര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് അവിടെ നിന്ന് പെട്ടെന്ന് അങ്ങ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് തൊട്ടടുത്ത സ്പോട്ടിലേക്ക് പോകാമെന്ന് വെച്ചു. അപ്പോൾ ആ സ്പോട്ടിലേക്ക് പോകുന്ന വഴിക്ക് ചെറിയ ചാറ്റമഴയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചാൽ മഴ മാറും, കാർമേഘമൊക്കെ ചെറുതായിട്ടൊന്ന് മൂടി നിൽക്കുമ്പോൾ വെയിലൊക്കെ അങ്ങ് മാറുമല്ലോ, അപ്പം കുറച്ചുകൂടി അവിടെ ഇരിക്കാമല്ലോ എന്ന് വെച്ച്. അപ്പോൾ അവിടെ ചെന്നപ്പോഴും അതിലും ഭയങ്കര വെയിൽ. അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഷോളൊക്കെ തലയിലിട്ട് വേണം അങ്ങനെ നടക്കാനൊക്കെ ആയിട്ട്. ഓക്കെ, ഇപ്പോൾ ഈ സ്പോട്ടൊക്കെ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇത് അഞ്ചുരുളി എന്ന് പറയും, ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ അടുത്ത ഒരു അനദർ അടിപൊളി സ്ഥലമാണ് അഞ്ചുരുളി. അപ്പം ഇതിൽ ഈ വെള്ളവും ഈ ഒരു വെള്ളമൊക്കെയാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള സംഭവം. അപ്പം നമുക്ക് അതിൻ്റെ അകത്തോട്ട് നേരത്തെ റെസ്ട്രിക്ഷൻ എങ്ങാണ്ട് ഉണ്ടായിരുന്നു ഇറങ്ങുന്നത്, ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പക്ഷേ ഇതിനൊന്നും മുതിരാറില്ല, കാരണം എനിക്കിതിനൊക്കെ ഭയങ്കര പേടിയാണ്. പക്ഷേ കുറച്ച് ടൂറിസ്റ്റുകാർ വന്നവരൊക്കെ അവിടെ ഇറങ്ങി നിൽക്കുന്നത് കണ്ടു കേട്ടോ. അവർക്കൊക്കെ നല്ല ധൈര്യം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ പിന്നെ അവർ ഇറങ്ങുന്നതും കൂടി കണ്ടപ്പോൾ എനിക്കും കൂടെ പേടിയായി. അതുകൊണ്ട് ഞാൻ പിള്ളേരെയും കൊണ്ട് അങ്ങോട്ട് പോകുന്നു, അപ്പുറത്തെ വശത്തോട്ട് പോയി. അവിടെ നിന്ന് വേണമെങ്കിൽ ഈ ഇതുകൊണ്ട് ഞാൻ നിൽക്കുന്ന കണ്ടില്ലായിരുന്നു, വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പറ്റും. അവിടെ നിന്നിട്ടാണെങ്കിലും കാണാം. പിന്നെ ഇവിടെ ഓടിക്കളിക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. കുറച്ച് ഈ കല്ലും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഇസയുടെ പുറകെ നടക്കാണ്ടിരിക്കാൻ പറ്റില്ല. എപ്പോഴാണ് തട്ടിമറിഞ്ഞ് വീഴുന്നതെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇവളുടെ പുറകെ തന്നെ ഓടേണ്ട അവസ്ഥയാട്ടോ. ഒരു സ്ഥലത്ത് ശരിക്കും പറഞ്ഞാൽ ഇരുന്നൊന്ന് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. ഈ ഓട്ടോടോട്ടാ, നമ്മൾ ഓട്ടത്തിൻ്റെ പുറകെ നമ്മൾ പോകണം. ചില സമയത്ത് ഞാൻ അവളുടെ പുറകെ പോകില്ല, അവൾക്ക് അറിയാം വീഴുമെന്ന്. എന്നാലും ഒരു മുൻകരുതൽ നമ്മൾ എടുക്കണമല്ലോ. അതുകൊണ്ട് ഇവളുടെ പുറകെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ഓടും. ഇതൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളി സീനറി ആട്ടോ ഇവിടെയൊക്കെ. എന്ത് രസമാണെന്നറിയോ, കുറേ നേരം അവിടെ ഇരുന്ന് ആസ്വദിച്ചിട്ടൊക്കെ പോവുകയാണെങ്കിൽ എത്രത്തോളം നമുക്ക് സ്ട്രെസ്സും ഒക്കെ ഉള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഇവിടെയൊക്കെ വന്നിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ആ മൈൻഡേ നമ്മുടെ മാറിക്കിട്ടും. അപ്പോൾ ഡുണ്ടുവിന് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു. ഡുണ്ടുവും ഇതൊക്കെ കണ്ടു, ഗ്രീനറിയും കാര്യങ്ങളും എല്ലാം കണ്ട് അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു കേട്ടോ. ഇതാണ് ഞാൻ പഠിച്ച +1 +2 സ്കൂളാണ്. അങ്ങനെ വീട്ടിലൊക്കെ എത്തി.
രണ്ടുപേരെയും കുളിപ്പിച്ച് മിടുക്കി കുട്ടികളാക്കി. ബേസിക്കും ഭയങ്കരമായിട്ട് ഈ യാത്ര ഇഷ്ടപ്പെട്ടു, ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ഫാമിലി ആയിട്ട് പോകുമ്പം അത് പ്രത്യേക തരം ഒരു ഫീലും ത്രില്ലും ഒക്കെയാണ്, വർത്തമാനമൊക്കെ പറഞ്ഞൊക്കെ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാമേ. സ്റ്റിൽ ദെൻ ടാറ്റ, ബൈ ബൈ.